പ്രിയമുള്ളവരെ, ഇന്ന് നാം പഠിക്കുന്നത് യെശയ്യാവ് 43-ന്റെ 18-19 വാക്യങ്ങൾ. യെശയ്യാവ് 43-ന്റെ 18-19. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയൊന്നു ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾ അതറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഈ വചനം ദൈവം ഇസ്രയേലിനോട് പറഞ്ഞതാണ്. അവർ ബാബിലോണിലെ പ്രവാസത്തിൽ കഴിയുമ്പോൾ പഴയ ദുഃഖങ്ങളും പരാജയങ്ങളും ഓർത്ത് വിഷമിച്ചിരുന്നു. പക്ഷേ ദൈവം പറയുന്നു, പഴയത് മറക്കൂ, ഞാനിപ്പോൾ തന്നെ പുതിയത് തുടങ്ങുന്നു. നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സത്യം. പലപ്പോഴും നമ്മൾ പഴയ കാര്യങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. പഴയ പരാജയങ്ങൾ, പഴയ വേദനകൾ, പഴയ നഷ്ടങ്ങൾ, പഴയ പാപങ്ങൾ, അവയെല്ലാം ഓർത്ത് നമ്മുടെ ഹൃദയം ഭാരപ്പെടുന്നു. എനിക്ക് ഇനി മാറാൻ കഴിയില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ പോകും എന്ന് നമ്മൾ ചിന്തിക്കുന്നു. പക്ഷേ ദൈവം പറയുന്നു, മുമ്പുള്ളവ ഓർക്കേണ്ട, ഞാൻ പുതിയ ഒന്ന് ചെയ്യുന്നു. ഇത് പുതിയതെന്താണ്? അതൊരു പുതിയ തുടക്കമാണ്. മരുഭൂമി പോലെ വരണ്ടതും നിർജ്ജനവുമായ നമ്മുടെ ജീവിതത്തിൽ ദൈവം വഴിയുണ്ടാക്കുന്നു. നദികൾ ഒഴുകുന്നു. അതായത് ആത്മീയ ജീവജലം, സമാധാനം, സ്നേഹം, ശക്തി, അനുഗ്രഹങ്ങൾ അതിപ്പോൾ തന്നെ ഉത്ഭവിക്കുന്നു എന്ന് ദൈവം പറയുന്നു. നമുക്കത് കാണാൻ കഴിയുന്നില്ലെങ്കിലും വിശ്വാസത്താൽ അത് സംഭവിക്കുന്നുണ്ട്. പ്രിയരെ, ഇന്ന് നമുക്ക് പഴയതിനെ വിട്ടുകൊടുക്കാം. പഴയ ക്ഷമിക്കാത്ത വേദനകളെ, പഴയ കയ്പുകളെ, പഴയ പരാതികളെ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. കാരണം ദൈവം പുതിയത് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു പുതിയ അധ്യായം തുടങ്ങുന്നു. ഒരു പുതിയ അനുഗ്രഹം ഒഴുകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ മരുഭൂമി പോലെയാണോ? ബന്ധങ്ങൾ വരണ്ടുപോയോ? പ്രാർത്ഥന ഉണങ്ങിയോ? പ്രത്യാശ നഷ്ടപ്പെട്ടോ? ദൈവം പറയുന്നു, ഞാൻ വഴിയുണ്ടാക്കും, നദികൾ ഒഴുക്കും. അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് ഒരു തീരുമാനമെടുക്കാം. പഴയത് മറക്കാം, പുതിയതായി കണ്ണുകൾ തുറക്കാം, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ വിശ്വസിക്കാം. കാരണം അവൻ പറയുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, നിങ്ങൾ അതറിയുന്നില്ലയോ? ആമീൻ. ദൈവം നമ്മോടൊപ്പമുണ്ട്. പുതിയത് ഇപ്പോൾ തന്നെ തുടങ്ങിയിരിക്കുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, നമുക്ക് ഈ വാക്യത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ പ്രത്യാശ വെച്ച് മുമ്പോട്ട് ജീവിക്കാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നല്ല ഒരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഗൈസ്. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.